ഓപ്പറേഷൻ സിന്ദൂർ വെറും തട്ടിക്കൂട്ട് യുദ്ധമാണ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പരാമർശത്തിനെതിരെ ആഞ്ഞടിച്ചു ബി.ജെ.പി. രംഗത്ത്. കോൺഗ്രസ് പാർട്ടിയുടെ കൂറ് പാകിസ്ഥാനോടാണ് എന്ന് തെളിയിക്കുന്ന വാക്കുകളാണ് ഖാർഗെ പറഞ്ഞിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ വെറും തട്ടിക്കൂട്ട് യുദ്ധമായിരുന്നുവെന്നും എല്ലാ തലത്തിൽ നിന്നും ഇന്ത്യ എന്താണ് എന്ന് പാകിസ്ഥാന് മുന്നിൽ തുറന്നു കാണിക്കുകയായിരുന്നു ഈ അവസരത്തിൽ എന്നാണ് ഖാർഗെയുടെ വാദം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷനും ഒരേ സ്വരത്തിലാണ് പാകിസ്ഥാന് വേണ്ടി സംസാരിക്കുന്നത്. എത്ര മിസൈൽ നഷ്ടമായി എന്നതിന്റെ കണക്ക് അന്വേഷിച്ച് റോന്ത് ചുറ്റുകയാണ് രാഹുൽ ഗാന്ധി. യുദ്ധത്തിന്റെ തീവ്രത അളക്കുന്ന ഖാർഗെയും ഇന്ത്യൻ സായുധ സേനയെ നിരന്തരം അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ബി.ജെ.പി. ആരോപിക്കുന്നത്. ബി.ജെ.പി. നേതാവ് സാമിത് പത്രയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഖാർഗെയുടെ പരാമർശവും രാഹുൽ ഗാന്ധിയുടെ ആവർത്തിച്ചുള്ള തെളിവ് ആവശ്യപ്പെടലും ഒക്കെ തന്നെ രാജ്യത്തെ സായുധ സേനയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ സായുധ സേന പാകിസ്ഥാനിൽ പ്രവേശിച്ചുകൊണ്ട് 9 ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചുവെന്നും 100-ലധികം ഭീകരർ കൊല്ലപ്പെട്ടുവെന്നും രാഹുൽ ഗാന്ധിക്കും ഖാർഗെജിക്കും ഇതുവരെയും മനസ്സിലാകുന്നില്ലേ? പാകിസ്ഥാന്റെ തിരിച്ചടിക്ക് ശേഷം അവരുടെ 11 വ്യോമതാവളങ്ങൾ നശിപ്പിക്കപ്പെട്ടു. ഇന്ന് പാകിസ്ഥാൻ വേദന കൊണ്ട് കരയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ ഒരു ചെറിയ യുദ്ധമായിരുന്നു എന്നതാണോ നിങ്ങൾ പറയുന്നത്? ഇത് രാഷ്ട്രീയത്തിനും സായുധ സേനയുടെ ധീരതയ്ക്കും നേരെയുള്ള അപമാനമാണ് എന്നും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പരാമർശം വിവാദമായതിനു പിന്നാലെയാണ് ബി.ജെ.പി. ഇത്തരത്തിൽ കടുത്ത വിമർശനവുമായി രംഗത്ത് വരുന്നത്. തുടർച്ചയായും തെളിവുകൾ ചോദിക്കുന്ന ബി.ജെ.പിക്ക് നേരെയും ആഞ്ഞടിച്ചുകൊണ്ടാണ് ബി.ജെ.പി. വിമർശനം തൊടുത്തുവിട്ടിരിക്കുന്നത്. ആദ്യ ദിവസം മുതൽ തന്നെ ഞങ്ങൾ ഡിജിറ്റൽ തെളിവുകൾ അവതരിപ്പിക്കുന്നുണ്ട്. പാകിസ്ഥാനിൽ തന്നെ തെളിവുകൾ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെയാണ് എങ്കിൽ പോലും നിങ്ങൾ സായുധ സേനയുടെ ധൈര്യത്തിന് തെളിവ് ചോദിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ നേതാക്കളും പാകിസ്ഥാനിൽ പോസ്റ്റർ ബോയ്സായി മാറിയതിന്റെ കാരണവുമെന്നും അദ്ദേഹം പരിഹസിച്ചു. അതുപോലെ പഹൽഗാം ആക്രമണത്തിന് ശേഷം സർക്കാർ സ്വീകരിക്കുന്ന ഏതൊരു നടപടിയിലും പ്രതിപക്ഷം ഉറച്ചു നിൽക്കുന്ന പിന്തുണ നൽകിയിരുന്നുവെങ്കിലും കർണാടകയിൽ നടന്ന ഒരു റാലിയിൽ സംസാരിച്ച കോൺഗ്രസ് മേധാവി മല്ലികാർജ്ജുൻ ഖാർഗെ ഓപ്പറേഷൻ സിന്ദൂറിനെ ചെറിയ യുദ്ധമെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതിനോട് ചേർന്ന് നിൽക്കുന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും മുന്നോട്ട് വെച്ചതെന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ തുടക്കത്തിൽ തന്നെ പാകിസ്ഥാനെ വിവരം അറിയിച്ചതിന് സർക്കാരിനെ വിമർശിച്ച രാഹുൽ ഗാന്ധി അതുകൊണ്ട് തന്നെ എത്ര വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചുവെന്ന് ചോദ്യം ഉയർത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കടുത്ത വിമർശനവുമായി ബി.ജെ.പി. രംഗത്ത് വന്നിരിക്കുന്നതും. നേരത്തെ ഇന്റലിജൻസ് വീഴ്ച ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഖാർഗെ വീണ്ടും മോദിയെ വിമർശിച്ചിരുന്നു. പഹൽഗാം ആക്രമണത്തിന് മുന്നോടിയായി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്റലിജൻസ് വിവരം ലഭിച്ചിരുന്നുവെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മു കാശ്മീരിലേക്കുള്ള സന്ദർശനം റദ്ദാക്കിയതും അതുകൊണ്ടാണ് എന്നാണ് ഖാർഗെ ആരോപിക്കുന്നത്. ഇത് 2ാം തവണയാണ് കോൺഗ്രസ് അധ്യക്ഷൻ ഈ വിഷയം ചൂണ്ടിക്കാട്ടി രംഗത്ത് വരുന്നതും. ഭീകരവാദിയായ ഹാഫിസ് സെയ്ദിന്റെ പ്രിയപ്പെട്ടവനാണ് രാഹുൽ ഗാന്ധി എന്നും അദ്ദേഹം പാകിസ്ഥാന് ഓക്സിജൻ നൽകുന്നുവെന്നും സാമിത് പത്ര ആരോപിക്കുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ സർക്കാർ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.